പക്ഷേ ശബരിമല വിഷയം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുമോ എന്നുള്ള ഭയത്തിലാണ് CPM. വാസുവിനെ പിടിച്ചപ്പോൾ തന്നെ CPM-ന്റെ പകുതി ജീവൻ പോയി എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ പത്മകുമാർ എന്ന് പറയുന്നു 2007 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലുണ്ട്. അന്ന് മുതൽ ആണെങ്കിൽ ഇയാൾ അന്ന് മുതലേ പ്ലാൻ ചെയ്തിട്ടുണ്ടാകില്ല, എനിക്കറിയില്ല. ഇത് പ്രശാന്ത് പറയുന്നത്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറയുന്നത്, എന്നെ അറസ്റ്റ് ചെയ്യുമെന്നും എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? എനിക്കിതേക്കുറിച്ചൊന്നും അറിയില്ല. അതായത് എല്ലാവരും കൈ കഴുകുകയാണ്. വാസു അകത്തായിട്ടുണ്ട്, ജയശ്രീ എന്ന് പറയുന്ന ഒരു ഓഫീസർ അകത്താകാൻ പോവുകയാണ്. ജാമ്യാപേക്ഷ കോടതി തള്ളി. അപ്പോൾ മൊത്തത്തില് CPM വളരെ ഭയപ്പാടിലാണ്. CPM ഭയക്കില്ലായിരുന്നു. ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് CPM ഇനി ഭയം. മാത്രമല്ല ചില മന്ത്രിമാരുടെ പേരുകൾ കൂടി വാസു പറയാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മന്ത്രി ആരാണെന്നൊക്കെയുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. എങ്കിൽ പോലും ഒരു മന്ത്രിയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ പോലും പാർട്ടി തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരില്ലേ? ഏത് രാഷ്ട്രീയ പാർട്ടിയെ അപകടത്തിലാക്കുന്ന ഒരു പ്രതിഭാസമാണ് അഴിമതി എന്ന് പറയും. ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം അധികാരത്തിലിരുന്ന കോൺഗ്രസ് എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരിടത്തും അധികാരത്തിൽ വരാത്ത തരത്തിലേക്ക് അധികാരത്തിൽ നിന്ന് ദൂരേക്ക് തെറിച്ചു പോയത് എന്ന് പരിശോധിച്ചാൽ കോൺഗ്രസ് നടത്തിയ അതിഭീകരമായിട്ടുള്ള അഴിമതിയുടെ കഥകൾ നമുക്കറിയാവുന്നതാണ്. ആ അഴിമതിക്കെതിരെ അന്നാ ഹസാരെ ഡൽഹിയിൽ നടത്തിയ സമരത്തിലൂടെയാണ് BJP കാലുറപ്പിച്ച് അധികാരത്തിലേക്ക് കയറുന്നത്. പിന്നീട് അധികാരത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അവർ ആഴ്ന്നിറങ്ങുകയും ചെയ്യുന്നു. ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലം ബീഹാർ, അതുപോലും ബീഹാർ എന്ന് പറയുന്നതായിട്ടുള്ള സംസ്ഥാനത്ത് BJPയെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കി മാറ്റി തീർത്തതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിലെ സ്ഥിതി എന്ന് പറയുന്നത്, കേരളത്തിൽ ഇടതുപക്ഷം വീണ്ടും വീണ്ടും ഭരണത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അഴിമതിരഹിതമായിട്ടുള്ളൊരു ഭരണത്തിൻ്റെ വക്താക്കളാണ് CPM എന്നുള്ളതായിരുന്നു. പക്ഷേ അത് തകർന്ന് തരിപ്പണമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ശബരിമല കൊള്ളയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ശബരിമല കൊള്ള 2019 നടന്നു. ഇതിപ്പോൾ 2025 തീരാൻ പോവുകയാണ് ചെയ്തത്. 2026 നമ്മൾ കിടക്കാൻ പോവുകയാണ്. ഈ 2019 നടന്ന കൊള്ള എന്തുകൊണ്ട് ഇത്രയും കാലം പുറത്തു വരാതിരുന്നു? എന്തുകൊണ്ടാണ് അതങ്ങനെ രഹസ്യമായിട്ട് കിടക്കാനായിട്ടുള്ള കാരണമായിരുന്നത് എന്നൊക്കെ ആളുകളിപ്പോൾ വളരെ സംശയകരമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. 2019 അവിടുത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പോലും ഇപ്പോൾ ഈ അഴിമതിയുടെ ഒരു കുടുക്കിലേക്കും കുരുക്കിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടു. വാസു വളരെ നല്ലൊരു ഉദ്യോഗസ്ഥനും അതേപോലെ തന്നെ ഗുരുദാസൻ എന്ന് പറയുന്ന CPM നേതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാഫ് കൂടിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അക്കാലത്തൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? അദ്ദേഹം ജയിലിലായി. വാസു ജയിലിലാവുമ്പോൾ CPM ജയിലിലായതുപോലെയാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നിൽക്കുന്നത്. എന്നാൽ CPM വളരെ തന്ത്രപരമായി കട്ടവർ അവരെ പിടിക്കട്ടെ, അവർ ജയിലിലാകട്ടെ, CPM-ന് അതിൽ പങ്കൊന്നുമില്ല എന്നുള്ള നിലപാടിലാണ് CPM നിൽക്കുന്നത്. ഇതാണ് CPM-ൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. CPM-നകത്ത് ഇടപെടുന്നില്ല. ആരെങ്കിലും കട്ടനെ പിടിക്കണം, അവനെയൊക്കെ ജയിലിലിടണം എന്ന നിലപാടാണ് CPM-ൻ്റെ സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ കേരളത്തോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ CPM അങ്ങനെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും. കട്ടവനെ സംരക്ഷിക്കാനായിട്ട് ഒരു രീതിയിലും CPM പോകുന്നില്ല എന്നിടത്താണ് CPM-ൻ്റെ ആത്മവിശ്വാസം നിൽക്കുന്നത്. പക്ഷേ ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ജനങ്ങൾ കാണുന്നത് CPM നിശ്ചയിച്ച CPM-ൻ്റെ എല്ലാവിധമായ നിയന്ത്രണമുള്ള ആളുകളാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ, ഇതുവരെ അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് CPM നിശ്ചയിച്ച ആളുകൾ തന്നെ. പുതിയ ജയകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ പുതുതായിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് CPM-ൻ്റെ ഒരാൾ വേണ്ടെന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ അഴിമതിയും ബഹളവും ഒക്കെ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഒരു CPM-കാരൻ അങ്ങോട്ട് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് കൂടുതൽ ചീത്തപ്പേരുണ്ടാവും എന്ന് പേടിച്ചിട്ട് അവരെ പാർട്ടിയുടെ ഒരാളെ വെക്കാതെ ജയകുമാർ എന്ന് പറയുന്നതായിട്ടുള്ള IAS ഉദ്യോഗസ്ഥനെ, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനെ അവിടേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അത് തന്ത്രപരമായിട്ടുള്ള CPM-ൻ്റെ ഒരു വിജയമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. പെട്ടെന്ന് CPM-ൻ്റെ കഴുത്തിന് പിടിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് CPM-ന് പതുക്കെ അകന്നു നിൽക്കാനായിട്ട് കഴിയും. അപ്പോഴാണ് വാസുവിനെ പോലെയാൾ വളരെ CPM-നകത്ത് ഒരുപാട് കാലമായിട്ട് കാലുറപ്പിച്ചു നിന്നിരുന്ന ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലാക്കപ്പെടുകയും.
അദ്ദേഹം സംസാരിക്കുന്ന സംഭാഷണങ്ങളിൽ നിന്നാണ് അടുത്ത ആളെ എങ്ങനെ അറസ്റ്റ് ചെയ്യണം എന്ന് അന്വേഷണ സംഘം തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്വേഷണ സംഘം മിക്കവാറും അടുത്ത ആളെ അറസ്റ്റ് ചെയ്യും. അത് ജയശ്രീ അല്ലേ? ജയശ്രീ. ആ ജയശ്രീ ആണ് എന്ന നിലക്കാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രശാന്തിനെ കുറിച്ച് പറയുമ്പോൾ പ്രശാന്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ. അതെ, അതാണ് ഇപ്പോൾ പൊതുവെ CPM-ന്റെ എല്ലാ നേതാക്കളും എടുക്കുന്നതായിട്ടുള്ള നിലപാട്. ആരെങ്കിലും കട്ടവനെ പിടിച്ച് ജയിലിലിട്ടെ, നമുക്കെന്താ പ്രശ്നം എന്നുള്ള നിലപാടാണ് അവരെടുക്കുന്നത്. എന്താണെന്ന് തന്നെ ചോദിച്ചത്. അങ്ങനെ ഈ CPM ഇപ്പോൾ ആശ്വാസത്തിലാണ്. ശരിയാണ്, CPM ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലും ബഹളത്തിലും ഒക്കെയാണ്. ഇതൊന്നും ചിന്തിക്കാൻ അവർക്ക് സമയമില്ല. എങ്കിൽ പോലും വാസു താൻ ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ താൻ കട്ടത് ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ താൻ ഇത് സ്വർണം എന്നുള്ളത് ചെമ്പന്ന് എഴുതിയത് മറ്റാർക്കോ കൂടി വേണ്ടിയിട്ടാണ്. തനിക്കും പ്രയോജനമുണ്ട്, അതുവഴി മറ്റാർക്കോ പ്രയോജനമുണ്ട്. അവരൊക്കെ പുറത്ത് വിലസുമ്പോൾ താൻ മാത്രം പട്ടുമെത്തയിൽ കിടന്ന വാസു വെറും നിലത്ത് കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒരു 10 തലമുറയ്ക്ക് സമ്പാദിച്ചു വെച്ച വാസു ഇനി തലമുറകളോളം ശബരിമലയിലെ കൊള്ള നടത്തിയ എന്ന പേരുദോഷം കേൾക്കേണ്ട കുടുംബമായി മാറി വാസുവിൻ്റെ കുടുംബം. ഇത്തരത്തിൽ പോകുമ്പോൾ വാസു ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അത് CPM എന്ന് പറയുന്ന പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കില്ലേ? അല്ല, വാസു സത്യം പറയട്ടെ. അതിൽ CPM നേതാക്കളുണ്ടെങ്കിൽ ആ നേതാക്കളെ പിടിച്ച് ജയിലിലിരട്ടെ. അതാണ് CPM-ൻ്റെ ഇപ്പോഴത്തെ നിലപാട്. CPM ഇതൊന്നും ചുമക്കാൻ തീരുമാനിക്കുന്നില്ല. നേരത്തെ അങ്ങനെയല്ല CPM-ൻ്റെ നിലപാട്. CPM-ൻ്റെ ഒരാൾ, CPM ഏൽപ്പിക്കുന്ന ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള കേസിൽപ്പെട്ടാൽ, കൊലപാതക കേസിലായ പോലും CPM എന്ത് ചെയ്യും? അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയും അതിനുവേണ്ടി എല്ലാവിധമായ പ്രവർത്തനങ്ങൾ നടത്തുകയും. അത് മാറി. അതല്ല ഇപ്പോഴത്തെ CPM. ഇപ്പോൾ CPM പറയണമെന്ന് വെച്ചാൽ അവൻ കട്ടോ പിടിച്ചവനെ ജയിലിലിട എന്ന നിലപാടാണ് CPM എടുക്കുന്നത്. അത് CPM-ൻ്റെ പുതിയ ഒരു ബലതന്ത്രമായിട്ട് നമുക്ക് കണക്കാക്കാം. അതൊരു തന്ത്രം തന്നെയാണ്. അങ്ങനെ നീങ്ങുമ്പോഴും പൊതുവെ സമൂഹത്തിൻ്റെ മുന്നിൽ അതിന് നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സൽപ്പേരുണ്ട്, ഗുഡ് വിൽ എന്ന് പറയും. അതതിനെ തിരിച്ചെടുക്കാനായിട്ട് കഴിയും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം രാഷ്ട്രീയക്കാരൊക്കെ കള്ളന്മാരാണ്, നാട്ടുകാരുടെ സ്വത്ത് കട്ട് ജീവിക്കുന്നവരാണ് എന്ന ജനങ്ങളുടെ പൊതുവിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ ഓരോന്നും സഹായിക്കുന്നത്. ഇവരൊക്കെ എന്തൊരു ഭക്തന്മാരാണെന്നാണ് പറയാൻ. അയ്യപ്പന് ചുറ്റും ഭക്തന്മാരുടെ വലിയ നിരയാണ്. അയ്യപ്പനെ വളഞ്ഞു നിൽക്കുകയാണ്. എന്തിനാണ് അയ്യപ്പനെ വളഞ്ഞു നിൽക്കണമെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഈ ഭക്ത ശിരോമണിമാർ കട്ട് തിന്നാൻ വേണ്ടിയിട്ടാണ്. അല്ല, അയ്യപ്പൻ്റെ സർവ്വതും അവരെ അഴിച്ചെടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇവർ കള്ളന്മാർ മാത്രമല്ല, കൊടും വഞ്ചകർ കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ കള്ളൻ ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്യില്ല. അത് സാധനം കക്കുന്നു മാത്രമേ, ആരും വഞ്ചിക്കില്ല. അല്ല, പേടിയല്ല. അവർ സത്യസന്ധരാണ് ആ കാര്യത്തിൽ. അതെല്ലാം അവർ കൃത്യമായിട്ട് തുറന്നു പറയും. ഇവന്മാർ ചതിയന്മാരാണ് ഞാൻ പറഞ്ഞത്. ചതിയന്മാരും കള്ളന്മാരും അല്ലേ? ആ ചതിയന്മാരും കള്ളന്മാരും ക്രൂരന്മാരുമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന കുറേ ആളുകളാണ് ഭക്തിയുടെ മേഖലകളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഭക്തി എന്ന് പറയുന്നത് കളവിനുള്ള ഒരു ഉപാധിയും അതേപോലെ തന്നെ അതിനുള്ളൊരു കൗശലവുമായിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞത്. ഈ 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിന് വരുന്നതായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് പോലും ഇവർ വലിയ തരത്തിൽ അപകടകരമായിട്ടുള്ള തരത്തിൽ പ്രവർത്തിക്കുകയും അവരുടെ കൺസെപ്റ്റുകളെ, വിശ്വാസത്തെ മുഴുവൻ തകർത്ത് കളയാൻ, വിശ്വാസമാണ് എല്ലാം എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ തലക്കടിക്കാണ് ഇവർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കളവ് എന്ന് പറയുന്നത് ആചാരലംഘനത്തിനെതിരെ വലിയ സമരങ്ങളാണ് കേരളത്തിൽ നടന്നത്. ഈ അയ്യപ്പൻ്റെ എല്ലാ വസ്തുക്കളും ഇങ്ങനെ മോഷ്ടിച്ചെടുക്കുന്നതിൽ ആചാരലംഘനമില്ലേ? അത് കടുത്ത ആചാരലംഘനം തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്, മറ്റതിനേക്കാളൊക്കെ ഉപരിയായിട്ട്. അപ്പോൾ ഇങ്ങനെ ആചാരലംഘനം നടത്തുക, എന്നിട്ട് അവർക്കിങ്ങനെ സ്വസ്ഥമായിട്ട് കുറേ വർഷത്തേക്ക് വിലസാൻ കഴിയുക, അവസാനം അത് പിടിക്കപ്പെടുന്നു, ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നു, ഓരോരുത്തർ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ആര് എന്ന് ചോദിച്ച് കേരളം ഇങ്ങനെ കാത്തിരിക്കുന്നു. നാളെ വാസുവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതായിട്ടുള്ള വാക്കുകളിലൂടെ പഴയ ദേവസ്വം മന്ത്രി അകത്താവുമോ, അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുമോ, അല്ലെങ്കിൽ ഇപ്പോൾ MP ആയിരിക്കുന്ന പഴയ ദേവസ്വം മന്ത്രി അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുക, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ മുന്നിൽ നടക്കുന്ന വാസവൻ എന്ന് പറയുന്ന ഈ ദേവസ്വം ബോർഡ് മന്ത്രിയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമോ എന്ന ചോദ്യമാണ് സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അയ്യപ്പനെ ഉപേക്ഷിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ പിന്നാലെ പോയി.
സമരവിലൊന്നുമില്ല. അവരവരുടെ പണിക്ക് പോയി. ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വരാം അയ്യപ്പ എന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അയ്യപ്പ ഒന്ന് വെയിറ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ. അതെ, എന്തൊരു ലോകം അല്ലേ.